ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റായ കനിവായ് നിലാവായ് എന്നതിലെ ആദ്യത്തെ പാഠമാണ്. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്നൊരു കുട്ടിക്കഥയാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടിക്കഥയല്ല, കുറച്ചൊരു വലിയ കഥയാണ് കേട്ടോ. പക്ഷെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിൽ പഠിച്ചു പോകാവുന്ന ഒരു കഥയാണ്. ഈ കഥയും അതിലെ തുടർ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് അല്ല STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഇനിയല്ല, മലയാളത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അമ്മ, ഇത് കണ്ടോ? നമ്മൾ പുതുതായി വാങ്ങി ഒട്ടിച്ച വാൾപേപ്പർ മുഴുവൻ വാവ ക്രയോൺസ് കൊണ്ട് കുത്തിവരച്ചു. ജോലി കഴിഞ്ഞെത്തിയ അമ്മയെ പഠിക്കൽ തടഞ്ഞു നിർത്തി പരാതി പറയുകയായിരുന്നു മൂത്ത കുട്ടി. നോക്കുമ്പോൾ ചുമരിലാകെ പതിച്ച ഭംഗിയുള്ള വാൾപേപ്പറിൽ നിറച്ചും പല നിറങ്ങൾ കൊണ്ടുള്ള കുത്തിവരകളും എഴുത്തും. അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു. എന്നാലും അതിനിടയിൽ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു. പല വർണ്ണങ്ങൾ കൊണ്ട് വാവ കോറിയിട്ടിരിക്കുന്നത് അമ്മ ഇങ്ങനെ വായിച്ചു: അമ്മയെ എനിക്കിഷ്ടമാണ്, അമ്മയെ എനിക്കിഷ്ടമാണ്, അമ്മയെ എനിക്കിഷ്ടമാണ്. അമ്മയുടെ കണ്ണ് നിറഞ്ഞു. മുകളിൽ ചേർത്ത അനുഭവം വായിച്ചല്ലോ. അമ്മയുടെ കണ്ണ് നിറയാൻ എന്താണ് കാരണം? പറഞ്ഞു നോക്കൂ. എന്തുകൊണ്ടായിരിക്കാം മക്കളെ? കുട്ടിക്ക് തൻ്റെ അമ്മയോടുള്ള സ്നേഹം ആലോചിച്ചിട്ടായിരിക്കാം അല്ലേ? കുഞ്ഞുമക്കളൊക്കെ വാൾപേപ്പറിലും അതുപോലെ നമ്മുടെ ചുമരിലൊക്കെ കുത്തി വരയ്ക്കുന്നതൊക്കെ സർവ്വസാധാരണമാണ് ആണല്ലോ. എങ്കിലും അവരെ ആ സമയത്ത് ശാസിക്കുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ചെയ്യാതെ അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന അമ്മമാർക്ക് അവരോട് അത്രയധികം സ്നേഹം ഉണ്ടായിരിക്കും. അതിലേറെ സ്നേഹം തന്നെ മക്കൾക്ക് തിരിച്ച് അമ്മമാരോടും ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ സ്നേഹം ആലോചിച്ചിട്ടാണ് അമ്മയുടെ കണ്ണ് നിറഞ്ഞത്. നമുക്കിനി നമ്മുടെ കഥയിലേക്ക് കടന്നാലോ? ഈ കഥയും സ്നേഹത്തെക്കുറിച്ചുള്ളതാണ് കേട്ടോ. ഉണ്ണിക്കണ്ണൻ ആടിനെ മേയ്ക്കുന്ന കുന്നിനെ പറ്റി ഒരു കഥയുണ്ട്. ആ കഥ അവൻ്റെ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തതാണ്. അവന് 7 8 വയസ്സുണ്ടാവും. ഒരു ദിവസം രാത്രിയാണ് കഥ പറഞ്ഞത്. തിരുവാതിരക്കാലത്ത് നല്ല പാലുപോലുള്ള നിലാവിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഊഞ്ഞാലാടുകയാണ്. അവർ പാട്ടുപാടുന്നുമുണ്ട്. കയറിൽ മുറുക്കി പിടിച്ച് കഴുത്ത് മുകളിലോട്ട് വളച്ച് ആകാശത്തേക്ക് നോക്കി ഊഞ്ഞാലാടാൻ എന്തൊരു രസം! അരിപ്പയിലിട്ട് അപ്പത്തിൻ്റെ പൊടി തെള്ളും പോലെ ആകാശം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറിയും. മരച്ചില്ലകളും ഇലകളും തലയ്ക്ക് മുകളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തലാവും. അമ്പിളിയമ്മാവൻ ആ പന്തലിൻ്റെ പഴുതുകളിലൂടെ അവിടെയും ഇവിടെയും വന്ന് എത്തിച്ചു നോക്കുന്നൊരു വികൃതി പയ്യനാവും. ഹായ്! അതോർത്തപ്പോൾ ഉണ്ണിക്കണ്ണന് ഇരിക്കപ്പൊറുതിയില്ലാതെയായി. മുത്തശ്ശി, എനിക്കും വേണൊരു ഊഞ്ഞാല്, അവൻ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. പല്ലുകൊഴിഞ്ഞ മുത്തശ്ശി അകത്തിരുന്ന് ജപിക്കുകയാണ്. മുത്തശ്ശിക്ക് കാഴ്ച കുറവാണ്. ചെവിടൊരിത്തിരിയും കേൾക്കില്ല. ഉണ്ണിക്കണ്ണൻ നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കതിന പൊട്ടിച്ചു. മുത്തശ്ശി, എനിക്കും വേണൊരു ഊഞ്ഞാല്, അമ്മ വരുമ്പം കൊണ്ടുവരും മോനെ. ഉണ്ണിക്കണ്ണൻ എന്തോ പറഞ്ഞെന്നല്ലാതെ എന്തു പറഞ്ഞെന്ന് മനസ്സിലാവാത്ത മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കാൻ ഒരു മറുപടിയും പറഞ്ഞ് നാമജപം തുടർന്നു. അതല്ല മുത്തശ്ശി, അവന് കാര്യം മനസ്സിലായി. വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും. അതാണ് മുത്തശ്ശി സൂചിപ്പിച്ചത്. അത് കേട്ടപ്പോൾ അവന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു. വലിയ ഓടിട്ടൊരു മാളിക വീട്ടിലാണ് അമ്മയ്ക്ക് ജോലി. അമ്മയുടെ കൂടെ ഒരു ദിവസം അവൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലും പല്ലിളിച്ചു കൊണ്ട് നിൽക്കുന്ന സിംഹപ്രതിമ കണ്ടപ്പോൾ അവന് പേടി തോന്നിയില്ല. അമ്മ കാണാതെ അവൻ വലിച്ചു നീട്ടി അതിനെ ഒന്ന് കൊഞ്ഞണം കുത്തി. അതിൻ്റെ മുഖം കണ്ടാൽ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നും. ഗേറ്റ് കടന്ന് അകത്ത് ചെന്നപ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടം. എന്തൊക്കെ പൂക്കളാണതിൽ! ഉണ്ണിക്കണ്ണന് നോക്കിയിട്ടും മതി വന്നില്ല. പുലരാൻ കാലത്തെ പൂക്കൾക്ക് മണമോ ഭംഗിയോ ഏതാണ് കൂടുതലെന്ന് പറയാൻ ആർക്കും വയ്യ. അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് പൂക്കളുടെ ഭംഗി നോക്കി അവൻ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് ആ പൂന്തോപ്പിനകത്ത് നിന്ന് ഒരു ശബ്ദം. എന്തിനേ ഈ കുട്ടിയെ കൊണ്ടുവന്നത്? ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ണിക്കണ്ണൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കഷണ്ടി തലയും നരച്ച കൺപുരികങ്ങളും ശുണ്ഠി പിടിച്ച മുഖവുമുള്ള ഒരു തടിച്ച മനുഷ്യൻ. അമ്മ മകനെ ഓരത്ത് മാറ്റി നിർത്തി ആ മനുഷ്യനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് വേഗം നടന്നു. ആ വീട്ടിൽ അവൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല. എന്തുകൊണ്ടോ അവിടെ പോകാൻ പറ്റില്ലെന്നൊരു തോന്നൽ. അവൻ പിന്നീട് പലതവണ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, പൂന്തോപ്പിൽ രാക്ഷസൻ ഉണ്ടാവുമോ? ആ വീട്ടിൽ നിന്നാണ് തണുത്താറിയ ചോറും കറികളും അമ്മ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ സന്ധ്യയ്ക്ക് വരും, മറ്റു ചിലപ്പോൾ നല്ലോണം ഇരുട്ടിയിട്ട് വരും. അമ്മ അവൻ ഉറങ്ങിയിട്ട് വരുന്ന ദിവസവും കുറവല്ല. അവൻ ഉറങ്ങിയിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ വന്ന ഉടനെ വിളിച്ചുണർത്തും. വെള്ളമെടുത്ത് മുഖവും കണ്ണുമൊക്കെ നനയ്ക്കും. നല്ല ഉറക്കം വന്നപ്പോൾ കണ്ണ് നനയ്ക്കുന്നത് വലിയ ശല്യമാണ്.
ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും. അമ്മ ചോറ് കുഴച്ച് വാരി കൊടുക്കും. എൻ്റെ മോൻ ഇത്തിരി കൂടെ ഉണ്ടോളൂ. ഉറക്കം കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മ വച്ചും ഇടത് കൈകൊണ്ട് വാത്സല്യപൂർവ്വം പുറം തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും. ഉരുളകൾ ഓരോന്നായി വായിലേക്ക് കടക്കും. ചിലപ്പോൾ വായിൽ ഉരുള വച്ചുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിപ്പോവും. അമ്മ അവനെ പിടിച്ചു കുലുക്കും. മോനെ, ഉണ്ണി ഉണ്ണി. വിളി കേട്ട് ഞെട്ടി അവൻ വേഗത്തിൽ ചവയ്ക്കാൻ തുടങ്ങും. അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവന് സന്തോഷമാണ്. അവൻ ഓടി മുറ്റത്ത് ചെന്ന് കൈകൾ രണ്ടും പൊക്കിക്കൊണ്ട് പറയും, എന്നെ എടുക്കൂ അമ്മേ. അയ്യയ്യേ എൻ്റെ ഉണ്ണി, നിനക്ക് കുറവില്ലേ? ഇത്ര പോന്നൊരു ചെറുബാല്യക്കാരനെ എടുത്തുകൊണ്ട് നടക്കേ. അമ്മ അവനെ കളിയാക്കും. കോലായിലോളം മതി, അവൻ അമ്മയെ തടുത്തിട്ട് പറയും. പിന്നെ അമ്മയ്ക്ക് ഒഴികഴിവൊന്നുമില്ല. വലതു കൈയിലെ ചോറ്റുപാത്രം മുറുക്കി പിടിച്ച് ഇടത് കൈകൊണ്ട് ഉണ്ണിക്കണ്ണനെ വാരി ഒക്കിൽ വയ്ക്കും. അപ്പോൾ അവൻ്റെ കാലുകൾ മുറ്റത്തെ മണ്ണിലൂടെ ഇഴയും. അവൻ ഒക്കിൽ പറ്റിപ്പിടിച്ചിരുന്നു കൊണ്ട് അമ്മയുടെ കഴുത്തിലും കവിളിലും മാറി മാറി ഉമ്മ വയ്ക്കും. അമ്മയ്ക്കും മകനും ഒപ്പം പുളിരും. അവിടെ ഇരുന്നു കൊണ്ട് അവൻ പൂന്തോപ്പിലെ രാക്ഷസനെ പറ്റി ഒരു 100 ചോദ്യം അമ്മയോട് ചോദിക്കും. പൂക്കൾ അവൻ ഇഷ്ടമാണ്, രാക്ഷസനെ വെറുപ്പും. എന്നാലും അവൻ ചോദിക്കുന്നത് അത്രയും രാക്ഷസനെ പറ്റിയായിരിക്കും. പൂക്കളെപ്പറ്റി അവൻ ഒന്നും ചോദിക്കില്ല. അവൻ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നാമം ജപിച്ചു കഴിഞ്ഞ് മുത്തശ്ശി ചുറ്റുപാടും ഒന്ന് തപ്പി നോക്കി. മെലിഞ്ഞ് കോലുപോലെ നീണ്ട വിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞു. അവന് മുത്തശ്ശിയുടെ വിരലുകൾ ഇഷ്ടമല്ല, പക്ഷെ മുത്തശ്ശിയെ ഇഷ്ടമാണ്. മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ്. പല്ല് കൊഴിഞ്ഞ വായ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവനൊരു അലോക്യമില്ല. ആ വിരലുകൾ അങ്ങനെയല്ല. തടവുമ്പോൾ അത് ശരീരത്തിൽ വല്ലാതെ തട്ടും. അതൊട്ടും സഹിക്കാൻ കഴിയില്ല. പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞുപോയ കൺപോളകൾക്കുള്ളിൽ വെള്ള നിറം കയറിയ കൃഷ്ണമണികളാണ് മുത്തശ്ശിക്കുള്ളത്. അതിനു ചന്തമില്ലെങ്കിലും അതിൽ നിറച്ചും സ്നേഹമാണുള്ളതെന്നും ഉണ്ണിക്കറിയാം. കൂനുകൂണാണ് മുത്തശ്ശി നടക്കുക. അത് മുത്തശ്ശിയല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കാതെ പിന്നിൽ കൂടി ഓടിച്ചെന്ന് മുതുകത്ത് ചാടി വീണ് ആന കളിക്കാൻ നല്ല രസമായിരിക്കും. മുത്തശ്ശി ആയതുകൊണ്ട് അത് വയ്യ. എന്നാലും മുത്തശ്ശി മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ പലവട്ടം അവനത് ആലോചിച്ച് നിന്നു പോയിട്ടുണ്ട്. കൈവിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞപ്പോൾ മുത്തശ്ശി വിളിച്ച് ചോദിച്ചു, മോനെ ഉണ്ണി, നിനക്ക് വിശക്കുന്നുണ്ടോ? അതല്ല മുത്തശ്ശി, അവൻ കഥന പൊട്ടിച്ചു. എനിക്കൊരു ഊഞ്ഞാൽ വേണം. ഇത്തവണ കണക്കിന് പറ്റി. ഉണ്ണിക്കണ്ണൻ്റെ കതിനവെടി മുത്തശ്ശിയുടെ കാതിലെത്തി. ഊഞ്ഞാലോ? അതെന്തിനാ? ആടാനാണ് മുത്തശ്ശി. ആടി ആടി ആകാശത്തിൽ പൊങ്ങുമ്പോൾ വലിയ മരത്തിൻ്റെ കൊമ്പ് തൊടണം, ഇലകൾ പറിച്ചെടുക്കണം, കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിത്തെറിപ്പിക്കണം. അങ്ങനെ തൻ്റെ മോഹങ്ങൾ പലതും ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശിയുടെ മെലിഞ്ഞു നീണ്ട കൈവിരലുകൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകെ ചേർന്നു. മുത്തശ്ശി അവനെ മടിയിലിരുത്ത് മൂർധാവിൽ ചുംബിച്ചു. അല്പനേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറന്നു. മുത്തശ്ശിയുടെ ചുംബനത്തിന് ഒരു ഇളം ചൂടാണ്. പാലപ്പൂവിൻ്റെ മിനുസവുമുണ്ട്. അധിക നേരം അങ്ങനെ ചുംബിക്കാൻ സമ്മതിച്ചാൽ അവൻ ഉറങ്ങിപ്പോകും. ഉറങ്ങാനുള്ള എന്തോ മയക്കുവിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ. അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു, ഉറക്കെ, മുത്തശ്ശി, നിക്കൊരു ഊഞ്ഞാൽ. തിക്കോടിയൻ എന്നുള്ള എഴുത്തുകാരൻ എഴുതിയതാണ്. രാക്ഷസൻ്റെ ചിരി എന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണിത്. കഥ മക്കൾക്കിഷ്ടമായോ? ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കിയാലോ? കഥയിലെ കൂട്ടുകാർ. കഥ വായിച്ചല്ലോ, ഇഷ്ടമായില്ലേ? ആരെയൊക്കെയാണ് ഇഷ്ടമായത്? വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോരുത്തരായി പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കി നോക്കൂ. കഥയിൽ നമുക്ക് മുത്തശ്ശി, അമ്മ, രാക്ഷസൻ, പിന്നെ ഉണ്ണിക്കണ്ണൻ, ഇത്രയും കഥാപാത്രങ്ങളുണ്ടല്ലേ? ഇവയിൽ ആരെങ്കിലും കുറിച്ച് നിങ്ങളൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം. ഞാനിവിടെ ഉണ്ണിക്കണ്ണൻ്റെ കഥാപാത്ര നിരൂപണമാണ് കേട്ടോ എഴുതുന്നത്. തിക്കോടിയൻ്റെ മനോഹരമായൊരു കഥയാണ് രാക്ഷസൻ്റെ ചിരി. അതിലെ ചെറിയൊരു ഭാഗമാണ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു. കഥയിൽ നിരവധി കഥാപാത്രങ്ങളുണ്ടെങ്കിലും എനിക്കിതിൽ ഏറെ ഇഷ്ടമായത് ഉണ്ണിക്കണ്ണനെയാണ്. 7 വയസ്സ് മാത്രമുള്ള നിഷ്കളങ്കനായ ഒരു ബാലനാണ് ഉണ്ണിക്കണ്ണൻ. തൻ്റെ അമ്മയോടും മുത്തശ്ശിയോടും ഉണ്ണിക്കണ്ണന് ഒരുപാട് സ്നേഹമാണ്. കഥ കേൾക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള അവന് മുത്തശ്ശി എന്നും കഥകൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയിൽ നിന്നുമാണ് അവന് ഊഞ്ഞാലിനോടുള്ള കമ്പമുണ്ടാവുന്നത്. മുത്തശ്ശിയോട് പലതവണ അവൻ എനിക്ക് ഊഞ്ഞാൽ വേണമെന്ന് പറയുന്നു. പ്രായത്തിൻ്റേതായ അവൻ്റെ ചെറിയ വാശിയും കുറുമ്പും നമുക്കിവിടെ കാണാം. സാമ്പത്തികമായി ദരിദ്രരാണ് ഉണ്ണിക്കണ്ണൻ്റെ കുടുംബം എന്ന് നമുക്ക് കഥയിൽ നിന്നും മനസ്സിലാക്കാം. അമ്മ വലിയൊരു വീട്ടിൽ ജോലിക്ക് പോയാണ് ആ കുടുംബത്തെ നോക്കുന്നത്. അമ്മ അവിടെ നിന്നും കൊണ്ടുവരുന്ന ചോറും കറിയും തണുത്ത തോല് പോലായ പപ്പടവും മാത്രമാണ് അവർക്കുണ്ടായിരുന്ന ഭക്ഷണം. ചില ദിവസങ്ങളിൽ അമ്മ വളരെ നേരം വൈകിയാണ് വരാറുള്ളത്. എന്നാലും മകനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി അമ്മ ചോറൂട്ടും. ഉണ്ണിക്കണ്ണന് ഇതിലൊന്നും തന്നെ പരാതിയില്ല. അവൻ്റെ സാഹചര്യം അവന് നന്നായി അറിയാം. 7 വയസ്സായ കുട്ടിയായെങ്കിലും തൻ്റെ അമ്മയുടെ ഒക്കത്ത് കയറിയും മുത്തശ്ശിയുടെ മടിയിലിരുന്നും കളിക്കാനാണ് അവനിഷ്ടം. മുത്തശ്ശി ഉമ്മ വയ്ക്കുന്നതും നെറുകയിൽ തലോടുന്നതുമെല്ലാം അവന് വലിയ കാര്യമാണ്. അമ്മയോടും മുത്തശ്ശിയോടുമുള്ള
അവൻ്റെ സ്നേഹം നമുക്കിവിടെ കാണാനാവുന്നുണ്ട്. അതേസമയം വലിയ വീട്ടിലെ ദേഷ്യക്കാരനായ കാരണവരോടുള്ള കഥയിൽ രാക്ഷസൻ എന്ന് പറയുന്നു അവൻ്റെ പേടിയും നമുക്ക് കാണാം. ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകളുള്ള കഥാപാത്രമാണ് കഥയിലെ ഉണ്ണിക്കണ്ണൻ. കഥാവായനയ്ക്ക് ശേഷവും വായനക്കാരിൽ ഈ കഥാപാത്രം നിറഞ്ഞു നിൽക്കും എന്നത് തീർച്ച. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വാക്യങ്ങളിൽ തെളിയുന്ന ജീവിതം. വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും. ഉണ്ണിക്കണ്ണൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പെഴുതൂ. അമ്മയും മുത്തശ്ശിയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് ഉണ്ണിക്കണ്ണൻ്റേത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദരിദ്ര കുടുംബമാണ് ഇവരുടേത്. കഥയിലെ പല സാഹചര്യങ്ങളും അവരുടെ ദാരിദ്ര്യത്തെ നമ്മോട് പറയാതെ പറയാൻ ശ്രമിക്കുന്നവയാണ്. ഉണ്ണിക്കണ്ണൻ്റെ അമ്മ വേറൊരു വലിയ വീട്ടിൽ വീട്ടുജോലിക്ക് പോയാണ് ആ കുടുംബത്തെ നോക്കുന്നത്. ആ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന തണുത്താറിയ ചോറും കറിയും തണുത്ത തൂവാല പോലായ പപ്പടവുമാണ് അവന് കിട്ടിയിരുന്ന ഭക്ഷണം. കഥയിൽ എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്കുകൾ മാത്രം മതി അവരുടെ ദാരിദ്ര്യം വായനക്കാർക്ക് മനസ്സിലാക്കാൻ. ഒരു പക്ഷേ ആ വലിയ വീട്ടിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഭക്ഷണമാവാം ഇവർക്ക് രാത്രിയിലേക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് തണുത്താറിയ ചോറും കറിയും എന്ന പ്രയോഗം തിക്കോടിയൻ പ്രയോഗിച്ചിരിക്കുന്നത്. അമ്മ വരാൻ വളരെ വൈകുന്ന ദിവസങ്ങളിൽ ഉണ്ണിക്കണ്ണൻ ഉറങ്ങിപ്പോവുമായിരുന്നു. അവനെ ഉറക്കത്തിൽ നിന്നും എടുത്താണ് അമ്മ ഭക്ഷണം വാരിക്കൊടുത്തിരുന്നത്. വിശപ്പിൻ്റെ വില അറിയുന്നവർ മാത്രമേ അങ്ങനെ ചെയ്യൂ. ഇതിൽ നിന്നെല്ലാം ആ വീട്ടിലെ ദാരിദ്ര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കൂ. സ്നേഹാനുഭവം. ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ്. മുത്തശ്ശിയുടെ മനസ്സ് നിറയെ സ്നേഹമാണെന്നും ഉണ്ണിക്കറിയാം. മറ്റൊരു കുട്ടി തൻ്റെ മുത്തശ്ശിയെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. മുത്തശ്ശി: പക്ഷിക്കൂടാം കാതും വച്ച് തുമ്പപ്പൂ മുണ്ടുമുടുത്ത് വെറ്റില പാക്കും നൂറുമായി ഉമ്മറവാതിലിലെത്തും നേരം വായിൽ നിന്നും തെച്ചിപ്പൂ മനസ്സു നിറയെ മുല്ലപ്പൂ. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്നേഹാനുഭവം നിങ്ങൾക്കും ഉണ്ടാവില്ലേ? മുത്തശ്ശി, മാതാപിതാക്കൾ, അധ്യാപകർ, കൂട്ടുകാർ. നിങ്ങളുടെ ഒരു സ്നേഹാനുഭവം എഴുതൂ. അതിന് യോജിച്ച പേരും നൽകുമല്ലോ. എല്ലാവരുടെയും കുറിപ്പുകൾ ഒന്നിച്ചു ചേർത്ത് ഒരു സ്നേഹപ്പതിപ്പുണ്ടാക്കണം. പതിപ്പിനും വേണം നല്ലൊരു പേര്. നിങ്ങളിൽ ആരുടെയെങ്കിലും മുത്തശ്ശിയെയോ അമ്മയെയോ ക്ലാസ്സിലേക്ക് ക്ഷണിച്ച് പതിപ്പ് പ്രകാശനം ചെയ്യുകയും വേണം. അപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു സ്നേഹാനുഭവം അച്ഛൻ്റെയോ അമ്മയുടെയോ മുത്തശ്ശിയുടെയോ അല്ലെങ്കിൽ ടീച്ചറുടെയോ കൂട്ടുകാരുടെയോ ആരുടെയും കുറിച്ചുള്ള ഒരു സ്നേഹാനുഭവം എഴുതണം. ഞാനൊന്ന് എഴുതിയത് നോക്കൂ. നമ്മളെ ഏറെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ വേദനയിലും ദുരിതത്തിലും ഓടിയെത്തി ആശ്വസിപ്പിക്കുന്നത്. അത്തരമൊരു അനുഭവമാണ് എനിക്കുള്ളത്. ഒരിക്കൽ എനിക്കൊരു ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു. എൻ്റെ കാലിലെ എല്ല് പൊട്ടി. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ശേഷമാണ് വീട്ടിലേക്ക് പോയത്. എൻ്റെ വീട്ടിലേക്ക് റോഡില്ല. ഒരു ഇടവഴിയിലൂടെ ഇത്തിരി ദൂരം നടന്ന് വേണം വീട്ടിലെത്താൻ. ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന ദിവസം റോഡ് അവസാനിക്കുന്നിടം വണ്ടി നിർത്തിയപ്പോൾ എങ്ങനെ പോവും എന്ന ചിന്തയിലായിരുന്നു ഞാൻ. ഒരടി നടക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമായിരുന്നില്ല. എടുത്തുകൊണ്ടുപോവാൻ അച്ഛൻ കൂടെ ഇല്ലതാനും. ആ സമയം എൻ്റെ ചേട്ടൻ എന്നെ എടുത്തുകൊണ്ട് വീട് വരെ നടന്നു. ദിവസവും പല കാര്യങ്ങൾക്കും ഞാനും ചേട്ടനും വഴക്കും അടിയുമാണ്. പാവം, അവൻ എന്നോടുള്ള കരുതലും സ്നേഹവും ഈ അപകടത്തിന് ശേഷം മാത്രമാണ് എനിക്ക് മനസ്സിലായത്. അടുത്ത ചോദ്യം നോക്കൂ. കഥ തുടരുന്നു. ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ഊഞ്ഞാലിൽ കളിക്കാനല്ലേ? ഊഞ്ഞാലിൽ കളിക്കുന്നതിനിടയിൽ അവൻ വീണുപോയി. അവന് പരിക്കു പറ്റി. പാവം, അവൻ കരഞ്ഞു. ആരാവും അവൻ്റെ അടുത്ത് ഓടിയെത്തുക? അമ്മ, കൂട്ടുകാർ, അച്ഛൻ. അവർ അവനോട് എന്തു പറഞ്ഞിട്ടുണ്ടാവും? സ്വാഭാവികമായും ആദ്യം ഓടിയെത്തതും ആശ്വസിപ്പിച്ചതും അമ്മയാവും. അമ്മ അവനെ കോരിയെടുത്ത് നെറുകയിൽ ഉമ്മ കൊടുത്തിട്ടുണ്ടാവാം. അവനെ ഒക്കത്തെടുത്ത് കോലായിൽ വരെ ആശ്വസിപ്പിച്ചു കൊണ്ടുപോകും. അമ്മയുടെ ഉണ്ണിക്ക് വേദനിച്ചോ, ഊഞ്ഞാലിൽ കയറുമ്പോൾ സൂക്ഷിക്കണ്ടേ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവാം. വേദന മാറാൻ ചിലപ്പോൾ അവൻ അമ്മയോ മുത്തശ്ശിയോ കഥ പറഞ്ഞു കൊടുക്കുകയും പാട്ടുപാടി കൂടുകയും ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ഈ പാഠത്തിൽ ചെയ്തു നോക്കാനായിട്ടുള്ളത്. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്കിനി ആവശ്യമുള്ള പാഠം ഏതൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. 5ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്